വെൽക്കം ടു റേസ്. അപ്പോൾ അതാ നമ്മൾ വല്ലാണ്ട് കൺഫ്യൂസ് ചെയ്യുന്ന ഒരു ഡിസ്കോഴ്സിൽ ഒന്നാണ് ബ്ലോഗ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ബ്ലോഗ് എഴുതേണ്ടത്, എന്താണ് നമ്മുടെ അടുത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ബ്ലോഗ് ആവുമ്പോൾ എന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് തിങ് ഇസ് യു ഹാവ് ടു ഡിസൈഡ് ദ തീം. ഒബ്വിയസ്ലി നിങ്ങളൊരു തീം ഡിസൈഡ് ചെയ്യുക. ഇപ്പോൾ എന്തായിരിക്കും തീം എന്ന് നോക്കുക. അപ്പം ചില സമയത്ത് നമ്മളോട് ഏതെങ്കിലും ഒരു പോയത്തിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർക്കിനെ ബേസ് ചെയ്തിട്ട് സൊസൈറ്റിയിൽ വരുന്ന ചേഞ്ചിനെ പറ്റിയിട്ടൊക്കെയാണ് യൂഷ്വലി ബ്ലോഗ് ചോദിക്കാറ്. ചിലപ്പോൾ പേഴ്സണൽ എക്സ്പീരിയൻസ് ചോദിച്ചേക്കാം. എനിവേ എന്താണെങ്കിലും ബ്ലോഗ് എന്ന് പറയുന്നത് വളരെ ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ളൊരു റൈറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടതൊക്കെ എങ്ങനെയാണ്, ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ഓഡിയൻസിനോട് നിങ്ങളൊരു ഇൻസ്റ്റഗ്രാം ലൈക്ക് ഗെറ്റ് റെഡി വിത്ത് മീലൊക്കെ സംസാരിക്കുന്ന അതേ ഒരു ടോണിൽ നിങ്ങൾ റൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, റൈറ്റ് എ ഹെഡ്ലൈൻ ദാറ്റ് ഈസ് ബോത്ത് ഇൻഫോർമേറ്റീവ് ആൻഡ് ക്യാച്ചസ് ദി അറ്റൻഷൻ ഓഫ് ദ റീഡർ. അപ്പോൾ എന്ത് ചെയ്യാം, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അതേസമയം ആൾക്കാർക്ക് വായിക്കണം എന്ന് തോന്നുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ ഹെഡിങ് ഉണ്ടാവുന്നത്. ഡേറ്റും നിങ്ങളുടെ പേരും എന്തായാലും കൊടുക്കണം. ആൻഡ് ഇൻറ്ററാക്റ്റീവ് ലാംഗ്വേജ് ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ദ കിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലോഗ്. അതിൻ്റെ പേര് അത്ര ഇൻട്രസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഡേറ്റ് കൊടുക്കുക, പേര് കൊടുക്കാം. അപ്പോൾ നമ്മളും അതേപോലെ എന്ത് ബേസ് ചെയ്തിട്ട് നമ്മുടെ മാച്ച് ബോക്സസ് ബേസ് ചെയ്തിട്ട് ഒരു ബ്ലോഗ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെങ്ങനെ എഴുതിയത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു ടൈറ്റിൽ കൊടുത്തു, എന്നിട്ട് നമ്മളിത് ആ ഡേറ്റ് കൊടുത്തു, നമ്മൾ നമ്മുടെ പേര് കൊടുത്തു. ഓക്കെ, അത്രയും ക്ലിയർ ആണല്ലോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ ഒപ്പീനിയൻ അബൌട്ട് സം ചേഞ്ചസ് ദാറ്റ് ഐ ഹാവ് നോട്ടിസ്ഡ് റീസെൻ്റ്ലി. അപ്പോൾ ഇതെങ്ങനെയാണ്, ഇതിൻ്റെ ഒരു ടോൺ എങ്ങനെയാണ്, എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻറ്ററാക്റ്റീവ് ആണ്. ഓക്കെ, the surge in suicide rates as a result of toxic marriages, it was shocking as this is 2025 and most of the people getting married, especially in Kerala, is well educated. അപ്പോൾ ഈ ഒരു സർജ് ഒക്കെ കാണുമ്പം സൂയിസൈഡ് റേറ്റ്സ് അല്ലേ കേരളത്തിലെ മാരേജിൽ, അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ ഷോക്ക്ഡ് ആവണം. കാരണം കേരളത്തിൽ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് പോലും. That brings us to the relevance of Asha Purna Devi's Matchbox. അപ്പോൾ അത് കേൾക്കുമ്പോഴാണ് എനിക്ക് എന്ത് പറയാനുള്ളത്, നമ്മുടെ ആശാ പൂർണ്ണ ദേവിയുടെ മാച്ച് ബോക്സ് എന്നുള്ള വർക്കിൻ്റെ റെലവൻസ് എനിക്ക് പറയാനുള്ളത്. In the story, women are compared to matchbox. They have enough potential to set Lenga ablaze, yet they sit meek and innocent in the corners of their house. അപ്പോൾ ഇത്രയും അങ്ങനെയാണ് ആശാപൂർണ ദേവി പറയുന്നത് അല്ലേ, മാച്ച് ബോക്സ് ആണ് ഓരോ സ്ത്രീയും എന്ന് പറയുമ്പം അത് എന്തുകൊണ്ടാണെന്നുള്ളത് പറയാം. എന്നിട്ട് women today have enough education and potential to earn, still faces domestic violence and abuse. അപ്പോൾ ഇത്രയും എന്താ ഏജൻസി ഉണ്ടായിട്ടും സ്ത്രീകൾ എന്താണ് ചെയ്യുന്നത്, അവർ ഡൊമസ്റ്റിക് വയലൻസ് ഇപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ട്. It stems from the age-old tradition of fear imposed on women. അപ്പോൾ അത് എവിടെ നിന്നാണ് വരുന്നത്, കാലാകാലങ്ങളായിട്ട് സ്ത്രീകളുടെ ഉള്ളിൽ ആ ഒരു ഫിയർ കൊണ്ടുവെക്കുന്നതുകൊണ്ടാണ് അല്ലേ. In our country, women is taught to stay silent. Pain is romanticized and most of the women put a whitewashed image of their husbands in front of the society. അപ്പോൾ സ്ത്രീകൾ പലപ്പോഴും അവർ അണ്ടർഗോ ചെയ്യുന്ന പെയിനൊക്കെ റൊമാൻറ്റിസൈസ് ചെയ്യണം. ഫാമിലിക്ക് വേണ്ടിയിട്ടല്ലേ, അതൊരു നല്ല സ്ത്രീയുടെ ലക്ഷണമാണ് എന്നൊക്കെ കാണിച്ച് പലതും നമ്മൾ റൊമാൻറ്റിസൈസ് ചെയ്യണം. അത് മാത്രമല്ല പല സ്ത്രീകളും സ്വന്തം ഹസ്ബൻഡ്സിൻ്റെ ഒരു വൈറ്റ് വാഷ് ഇമേജാണ് ഇപ്പോഴും പുറത്ത് വിടുന്നത്. ഓക്കെ, ഉള്ളിൽ അവർ എത്ര അബ്യൂസീവ് ആണെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ അവർക്ക് ഒരു അഭിമാന പ്രശ്നം വരരുത് എന്ന് പറഞ്ഞ് സൈലൻ്റ് ആയിട്ട് സഹിക്കുന്ന സ്ത്രീകൾ വളരെ കൂടുതലാണ്. Furthermore, the age and financial stability of women also contributes to this. The rising cases of murder disguised as suicide due to dowry cases shows how far the education has succeeded in building character in people. അപ്പോൾ ഇപ്പോഴും സൂയിസൈഡ് എന്ന് നമ്മൾ പറയുന്ന, ആത്മഹത്യ എന്ന് നമ്മൾ പറയുന്ന പല ഡൗറി കേസസും ആക്ച്വലി എന്താണ്, മേർഡേഴ്സ് ആണ് അല്ലേ. അപ്പോൾ അതിനെയും നമ്മൾ എടുത്ത് കാണിക്കുമ്പോൾ നമ്മൾ പറയാനുള്ളൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകൾക്ക് എത്ര ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി വന്നാലും എന്തൊക്കെ ഇഷ്യൂസ് വന്നാലും ഈ ഫൈനാൻസിൻ്റെ ഒരു ചിലരുടെ താല്പര്യക്കൂടുതൽ കാരണം ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എത്രമാത്രം എഡ്യൂക്കേഷൻ കൊണ്ട് ഗുണം ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ അത് കാണിക്കുന്നത് അല്ലേ. ഒരു ഗുണം ഉണ്ടായിട്ടില്ല, ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റും സംഭവിച്ചിട്ടില്ല. However, when we dug deeper, it can be seen that women themselves lack the confidence to walk out of a place that can cause them physical, emotional and financial harms only because of the way that they are
conditioned to bear the weight of the society. This can only end when we stop victim blaming and teach our children self-worth and respect. അപ്പോൾ ഇപ്പോഴും സ്ത്രീകൾക്ക് എന്താണ് അത്തരം മാരേജുകളിൽ, അത്തരം പ്ലേസ്, അത്തരം ഫാമിലിയിൽ നിന്ന് ഇറങ്ങി പോരാനുള്ള ധൈര്യം വളരെ വളരെ കുറവാണ്. ഓക്കെ, അപ്പം ഇറ്റ്സ് ഹൈ ടൈം നമ്മൾ നമ്മുടെ കുട്ടികളെ എന്ത് പഠിപ്പിക്കണം? സെൽഫ് റെസ്പെക്റ്റും അതേപോലെ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാനും നമ്മളെ കുട്ടികളെ പഠിപ്പിക്കേണ്ട സമയം എത്രയോ കഴിഞ്ഞിട്ടുണ്ട്. Okay, with that said, dear parents, children are married off so that they can live happily. At least for once, let us not treat them like a burden. Okay. അപ്പോൾ പാരൻസിനോട് പറയാനുള്ളത് എന്താണ്? കുട്ടികളെ നമ്മൾ കല്യാണം കഴിപ്പിച്ച് അയക്കുന്നത് എന്തിനാണ്? അവർ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് നമ്മുടെ തലയിലെ ബാധ്യത ഒഴിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ലാംഗ്വേജ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതിൻ്റെ ലാംഗ്വേജിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ലാംഗ്വേജ് കുറച്ചുകൂടെ നമ്മൾ വേറെ ഒരാളോട് സംസാരിക്കുന്ന പോലത്തെ ഒരു ലാംഗ്വേജ് ആണ് അല്ലേ? അപ്പോൾ ഞാനിങ്ങനെ ഒരു ഇത് വായിച്ചിരുന്നു, അപ്പോൾ എനിക്കിങ്ങനെ തോന്നി എന്ന് പറഞ്ഞിട്ട് സ്വന്തം ഒപ്പീനിയൻ ആണ് മുന്നോട്ട് വെക്കുന്നത്. ബ്ലോഗ് അതാണ്. ഓക്കെ, വെൻ യു റൈറ്റ് എ ബ്ലോഗ്, നിങ്ങൾക്കൊരു റീഡർ ഓഡിയൻസ് ഉണ്ടാവും അല്ലേ? നിങ്ങൾക്ക് കുറച്ച് റീഡേഴ്സ് ഉണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ തോട്ട്സ് ആണ് എഴുതുന്നത് ഒരു പെർട്ടിക്കുലർ പ്രശ്നത്തിനെ പറ്റിയിട്ട്. അപ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലാംഗ്വേജിൽ എഴുതുക. ഇതിപ്പോൾ അത്ര ഇൻട്രസ്റ്റിംഗ് അല്ല, ബട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലാംഗ്വേജിൽ എഴുതുക, ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള ലാംഗ്വേജിൽ എഴുതുക. ഇത് മുഴുവൻ ആൾക്കാർക്ക് വായിക്കാൻ തോന്നുന്ന പോലത്തെ ഒരു അവസ്ഥയിൽ എഴുതി വെക്കുക. ഓക്കെ, എഴുതുമ്പോൾ മൈൻഡിൽ വെക്കേണ്ട കാര്യങ്ങൾ ഹെഡിങ് കൊടുക്കുക, താഴെ ഡേറ്റും കൊടുക്കുക, പേരും കൊടുക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ദാറ്റ്. അത്രയേ ഉള്ളൂ നമുക്ക് ബ്ലോഗിൽ പറയാനുള്ളത്. നിങ്ങൾക്കുള്ള ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഏതെങ്കിലും ഏരിയാസ് നിങ്ങൾക്ക് കൺസേൺ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ കമൻറ്റ് ചെയ്യുക, വീഡിയോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആൻഡ് ഇതേപോലെ നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കോണ്ടന്റ് വരുന്ന ഒരു ചാനലാണിത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദാറ്റ്സ് ഓൾ ആൻഡ് ബൈ.